ഫരിസേയരും ഹെറോദോസ് പക്ഷക്കാരിലെ ചിലരുമാണ് യേശുവിനെ കാണാൻ വേണ്ടി വന്നത്. അവർക്ക് യേശുവിനോടുള്ള സ്നേഹം കൊണ്ടല്ല വന്നത്, അവർക്ക് യേശുവിനെ കൊടുക്കണം, അതാണ് പ്ലാന്. അതിനൊരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി. അതിനുപയോഗിച്ച മെത്തഡോളജി എൻ്റെ ഡിഫറെൻ്റ് ആയിരുന്നു. ആ മെത്തഡോളജിയുടെ പ്രത്യേകത, അവർ യേശുവിനെ ആദ്യം ഒത്തിരി പുകഴ്ത്തി. നീ വലിയ സംഭവമാണെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ടൊരു 3 ടേമാണ് അവർ ഉപയോഗിച്ചത്. ഗുരു, നീ സത്യവാനാണ്, നീ ഒരു ട്രൂത്ത്ഫുൾനെസ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. 2, നിർഭയം കാര്യം ചെയ്യുന്നവനാണ്, പേടിയില്ലാത്തവരാണ്, നിനക്ക് ഒന്നിനോടും പേടിയില്ല. പിന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നീ കൃത്യമായി പഠിപ്പിക്കുന്നവനാണ്. അങ്ങനെ ഈ 3 പോയിൻ്റോട് കൂടിയാണ് അവരാദ്യം യേശുവിനെ ഒന്ന് പുകഴ്ത്തിയത്. അതുകൊണ്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, ഇതാണ് വാക്ക്. എത്ര വ്യത്യസ്തമായിട്ടാണ് അവർ യേശുവിനെ കൊടുക്കാൻ വേണ്ടി തയ്യാറായത്. ഇതിനു മുമ്പുള്ള എക്സ്പീരിയൻസ് ഇങ്ങനെയല്ല. ഇതിനു മുമ്പൊക്കെ അവരൊന്ന് ഡയറക്റ്റായിട്ട് യേശുവിനെ എതിർക്കും. അങ്ങനെ എതിർത്തത് ശീലിച്ചവർ ഇനി അവനെ കൃത്യമായിട്ട് കെണി വെച്ച് കൊടുക്കാൻ പ്ലാൻ ചെയ്തു. അതുകൊണ്ട് അവർ യേശുവിനെ കുറേ അങ്ങ് പുകഴ്ത്തിയപ്പോൾ യേശുവിനത് മനസ്സിലായി എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായൊരു കാര്യം. എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളിൽ കൈയടിക്കുന്ന കുറേ പേരുണ്ട്, കൊള്ളാമെന്ന് പറയുന്ന കുറേ പേരുണ്ട്. നമ്മൾ ഈ കൊള്ളാമെന്ന് പറയുന്നവരും കൈയടിക്കുന്നവരുടെയും പിന്നാലെയാണ് നമുക്ക് അവരെയും തിരിച്ചിഷ്ടപ്പെടും. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് മനോഹരമാണെന്നൊക്കെ പറയുന്നവരെ നമുക്കും ഇഷ്ടമാണ്. പക്ഷെ ആരെങ്കിലും നമ്മുടെ മുഖത്തെ ക്രിട്ടിസൈസ് ചെയ്താൽ നമുക്കിഷ്ടപ്പെടില്ല. നമ്മളെ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കടം വരും, ദേഷ്യം വരും, അവരോട് അകൽച്ച തോന്നും. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സത്യസന്ധരാരാണെന്നറിയോ? നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരാണ്, നമ്മളെ കൊള്ളില്ല എന്ന് പറയുന്നവരാണ്, നമ്മളെ മോശമെന്ന് ചിത്രീകരിക്കുന്നവരാണ്. കാര്യം, കൊള്ളാം എന്ന് പറയുന്നവരുടെ വാക്കിൽ സത്യമില്ല. അവർക്ക് നമ്മളെക്കൊണ്ട് കുറേ നേടാനുണ്ട്. അതുകൊണ്ട് കുറേ കൊള്ളാമെന്ന വാക്കിൽ അവർ നമ്മളെ മൂടി വയ്ക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിൽ കുറേ മനുഷ്യർ വേണം, നമ്മളെ കൊള്ളില്ല എന്ന് പറയുന്ന മനുഷ്യർ. അവരാണ് കുറച്ചും കൂടി സത്യസന്ധരായവർ. ക്രിസ്തുവിനെ കൊള്ളാമെന്ന് പറഞ്ഞ മനുഷ്യർ അവനെ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തവരാണ്, കെണി വെച്ചവരാണ്. കൊള്ളൂല എന്ന് പറഞ്ഞ മനുഷ്യർ കുറച്ചും കൂടി അവനെ സ്നേഹിക്കുന്നവരാണ്, സത്യസന്ധരാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.